മോഹിനിയാട്ടം ഇപ്പോൾ പലരും ചെയ്യണ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ഈ തദ്ദിക്കിണ്ണത്വം എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്, കേട്ട് കാണും കൂടി. തദ്ദിക്കിണ്ണത്വം, അത് പഞ്ചജാതി തദ്ദിഗണത്വമൊക്കെ ഉണ്ട്. അത് വേറെ മൃദംഗിസ്റ്റൊക്കെ പറയും പഞ്ചനടയിലുള്ള തദ്ദിഗണതകളുണ്ട്. ഇപ്പോൾ തദ്ദിക്കിണ്ണത്വം എന്ന് പറഞ്ഞാൽ ആ അടവ് എങ്ങനെയാണ് എടുക്കണത് മൂന്നിലും, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് മൂന്നും ആ വ്യത്യാസം ഞാൻ പറയാം. ഇപ്പോൾ മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപമല്ലേ, നമുക്ക് മോഹിനിയാട്ടത്തിൽ അത് തുടങ്ങാം. ഇപ്പോൾ ത ധിം കി ഇണ തും, ഇങ്ങനെയാണത് വരുന്നത്. ഒരു പാടത്ത് കാറ്റത്ത് എങ്ങനെയാണ് നെല്ലിൻ്റെ ആ ചെടി കിടന്ന് ആടുന്നത്, അതായിരിക്കണം ഒരു മോഹിനിയാട്ട നർത്തകിയുടെ ബോഡി എന്നാണ് കല്യാൺകുട്ടി വെച്ച് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് കയ്യിൽ എണ്ണ എടുത്താൽ ഈ എണ്ണ കട്ടാവരുത് ഇത് പോകുമ്പോൾ, മനസ്സിലായോ? ഇപ്പം പലരും ചെയ്യണം തദ്ദിങ്കിണ്ണത്തും തദ്ദിങ്കിണ്ണത്തും. ഇത് ഭരതനാട്യത്തിൽ തദ്ദിങ്കിണ്ണത്തും തദ്ദിങ്കിണ്ണത്തും, ഇങ്ങനെയാണ് ഭരതനാട്യത്തിലാണ്. തദ്ദിം നോട്ടുണ്ട്, തദ്ദിം കി ഇണത്തും, ഇങ്ങനെ പോകും. ഇത് കുച്ചിപ്പിടിക്കുമ്പോൾ തദ്ദിം കി ഇണ, ഈ മൂക്ക് വഴി താടി കണ്ടോ, ഈ താടി വഴി ഇവിടെ എത്തണമെന്നാണ്. ഇതാണ് കുച്ചിപ്പിടിയിൽ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഞാൻ ഇതെല്ലാം പഠിച്ചത് കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് എനിക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാം. പക്ഷേ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഭരതനാട്യത്തിലാണ്.